ആ ഗണേശായിട്ട് അടുപ്പുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു അന്ന് 2010. പക്ഷെ അന്ന് CPM-ലായിരുന്നില്ലല്ലോ, അന്ന് അദ്ദേഹം കോൺഗ്രസിലായിരുന്നു. പിന്നെ ഈ കൊലപാതകമായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു? ഇല്ല കേസിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ എങ്ങനെയാണ് അത് വിയ്യൂർ ജയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ വിയ്യൂർ ജയിലത്തെ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിയൊന്നും മേടിക്കുന്നില്ല. അവിടെ കുറച്ച് മാനുഷിക പരിഗണന കുറവുണ്ടെന്നുള്ളൂ. അവിടെ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലിയൊന്നും മേടിക്കില്ല. പക്ഷേ എങ്കിലും അടുത്ത ജയിലിലത്തെ ഡോക്ടർ അവൾക്ക് കൊട അനുവദിച്ചു. സെല്ലിൽ നിന്ന് ഓഫീസിലേക്കുള്ള ദൂരം. ഇപ്പോൾ ഇവിടെ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്കുള്ള ഒരു ചെറിയൊരു ദൂരമുണ്ട്. അപ്പോൾ അവിടെ വെയിലാണ് ഭയങ്കര. അപ്പോൾ ആ വെയിലിൻ്റെ അസ്വസ്ഥത ഷെറിനെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊട അനുവദിച്ചു. അതൊക്കെ ഭയങ്കര സ്ഥാനത്ത് വിവാദമായിരുന്നു. അപ്പോൾ ആ കൊട അനുവദിച്ചതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉദ്യോഗസ്ഥന്മാർ അവളോട് കിച്ചണിൽ എന്തോ വർക്ക് പറഞ്ഞപ്പോൾ അവൾ ചെയ്തില്ല. അപ്പോൾ അതൊരു കിച്ചൺ ജോലി അവരെ എന്തോ ട്രാൻസ്ഫർ കൊടുക്കും എന്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഷെറിൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നമ്മളോട്? ഷെറിൻ പറയാൻ ചൊല്ലി ആ സമയത്ത് ഒരു ഗണേശേട്ടൻ എന്ന് പറയാറുണ്ട്. അപ്പം സത്യത്തിൽ ഞാനൊന്നൊക്കെ വിചാരിച്ചത് വരെ തള്ളു പറയുന്നതാണ്. ഞങ്ങളെല്ലാവരും അങ്ങനെ ഷെറിൻ കേൾക്കല ഷെറിൻ നമ്മളോട് ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളത് കേട്ട് ചിരിച്ചിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയും ഷെറിൻ വെറുതെ പൊങ്ങച്ചം പറയാമെന്ന് പറയാം. നമ്മൾ മന്ത്രി ഗണേശനെ കുറിച്ചിട്ടൊക്കെ ഗണേശേട്ടൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും പിന്നെ പത്രങ്ങളിൽ ഗണേശൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടീനെ പറ്റി പറയുന്നത് എന്തായാലും CPM അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇതൊന്നും. കാരണം പാർട്ടി ഒരിക്കലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരിക്കലും ഷെറിനെ പോലത്തെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്രയും പരസ്യമായിട്ട് അവരെ എന്താ പറയുക അവരെ വിടുതൽ നൽകാനുള്ള ഒരു മന്ത്രിയുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞു. ഗണേശായിട്ട് അടുപ്പുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു അന്ന് 2010. പക്ഷെ അന്ന് CPM-ലായിരുന്നില്ലല്ലോ, അന്ന് അദ്ദേഹം കോൺഗ്രസിലായിരുന്നു. പിന്നെ ഈ കൊലപാതകമായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു? ഇല്ല കേസിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും പറഞ്ഞില്ല? ബുദ്ധിമുട്ടുന്ന വിഷമമുണ്ടായിരുന്നു? ഇല്ല, കാരണം അവളെപ്പോഴും ഹാപ്പി ആയിരുന്നു. അവിടെ എല്ലാവരോടും വളരെ നീറ്റായിട്ട് പെരുമാറാം. അവിടെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഭയങ്കര ഒരു ചെറിയ കുട്ടികളെ കുഞ്ചിച്ച് നടക്കണ പോലെ ഷെറിനായിട്ട് അവർ എപ്പോഴും നടന്നിരുന്നു. ഷെറിന് അവിടെ ഫ്രീ ആയിട്ടാണ്. ഒരു മാനസിക സമ്മർദ്ദങ്ങളില്ല അവൾക്ക്, ലോക്കപ്പില്ല. അവിടെ എപ്പോഴും അവളിങ്ങനെ ഓടിച്ചാടി കളിച്ച് നടക്കും. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഭക്ഷണവും അതുപോലെ തന്നെ ഒക്കെ ഷെറിൻ അവൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം. ഇന്നിപ്പോൾ അവള് എന്താ പറയുന്നത്, അത് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഷെറിൻ വെറുതെ സലീം കുമാരി മാഡത്തിനെ കുളിച്ചിട്ട് മാഡം എനിക്ക് ഇന്നത് മതി എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ എത്തിച്ചു കൊടുക്കും. അപ്പോൾ തന്നെ പാഴ്സലായിട്ട് എത്തിച്ചു കൊടുക്കും. അത് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഷെറിൻ ഇറങ്ങുന്നത് നമുക്ക് വിരോധമില്ല, ഷെറിൻ ഇറങ്ങിക്കോട്ടെ. പക്ഷേ അതിനേക്കാളും കൂടുതൽ കാലയളവിൽ ശിക്ഷിക്കപ്പെട്ട് അവിടെ കിടക്കുന്ന വനിതകളുണ്ട്. അവരൊക്കെ ശരിക്കും മാനസാന്തരം വന്നിട്ട് അല്ലെങ്കിൽ അവർ സാഹചര്യം കൊണ്ട് ഓരോ തെറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ്. വീണ്ടും അല്ലെങ്കിൽ ഷെറിനെ പോലെ ഒരു ദിവസം കൊണ്ട് കോടീശ്വരി ആവാന്ന് കരുതി തെറ്റ് ചെയ്തതല്ല അവർ. ഇപ്പോൾ ഷെറിൻ്റെ മകൻ ഉണ്ട്. കാരണം ഷെറിൻ 14 വർഷം പൂർത്തീകരിച്ചു എന്നാണ് സർല മേഡം പറയുന്നത്. പക്ഷേ ഈ 19-20 വർഷത്തെ തടവുകാരവിടെ കിടക്കുമ്പോഴാണ് 14 വർഷത്തെ ഷെറിനെ വിടുന്നത്. ഈ 19-20 വർഷത്തിട്ട് പരോളും കിട്ടാണ്ട് അതുപോലെ തന്നെ അവരുടെ കുട്ടികൾ ചിൽഡ്രൻസ് ഹോമിൽ കഴിയുന്ന അമ്മമാരുണ്ട് അവിടെ. രമ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി കിടക്കുന്നുണ്ട്. അവരുടെ 2 ചെറിയ കുട്ടികളുണ്ട് അവർക്ക്. അവർ ചിൽഡ്രൻസ് ഹോമിലാണ് ആ കുട്ടികൾ. 5 വയസ്സ് വരെ അമ്മമാരെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ആ കുട്ടികൾക്ക് അമ്മമാരെ കൂടെ നിൽക്കണമെന്നുണ്ടാവും. അതുപോലെ അമ്മമാർക്ക് ആ കുട്ടികളെ കൂടെ നിൽക്കണമെന്നുണ്ടാവും. അപ്പോൾ ഇത്ര വർഷത്തെ കാലയളവ് കഴിഞ്ഞ സ്ഥിതിക്ക് അവരൊക്കെ വിടായിരുന്നെങ്കിൽ ഇത് ഉപകാരമായിരുന്നു. പണ്ട് മറ്റേ വർഗീസ് വധക്കേസിൽ ലക്ഷ്മണ എന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കുലർ തന്നെ പുതിയതുണ്ടാക്കി 5 പേരെ ഇറക്കിക്കൊണ്ട്. ആ സർക്കുലർ പുതിയതുണ്ടാക്കിയ പ്രകാരം ആ 5 പേര് ഇറങ്ങിയതല്ലാതെ വീണ്ടും ആ സർക്കുലർ പ്രകാരം ആരും ഇറങ്ങിയിട്ടില്ല ഇന്നേരം വരെ. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ ഷെറിനെ ഇറക്കുന്നതിനോടൊപ്പം തന്നെ പ്രതികളെയും കൂടി ഇറക്കാമായിരുന്നു 5 പേരെയും കൂടിയിട്ട്. അല്ലാതെ ഷെറിന് വേണ്ടി മാത്രം ഒരു മന്ത്രിസഭാ യോഗവും കൂടി ഷെറിനെ മാത്രം വിട്ടയക്കാന്ന് പറഞ്ഞാൽ ശരിയല്ല.